ഈ ക്ലാസ്സിൽ ഈ ടൂർ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനുശേഷം തിരിച്ചു വന്ന അമ്മു ആത്മഹത്യ ചെയ്തു. അതാണ് അവർ പറയുന്ന ഒരു വാദം. അത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ടൂർ കോർഡിനേറ്റർ ആക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞല്ലോ. അന്ന് 14-ാം തീയതി അവിടെ ഒരു സൈക്കാട്രി പ്രൊഫസറുണ്ട്, സജി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ കാണാൻ 14-ാം തീയതി അമ്മൂൻ്റെ അടുത്ത് അതെന്നോട് അവൾ പറഞ്ഞു, സജി സാറിനെ കാണണമെന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. അന്നേരം ഇവള് ചെന്നപ്പോഴത്തേക്ക് സാറ് നേരത്തെ പോയി. പിന്നെ 15-ാം തീയതി സാറിൻ്റെ എന്തോ ഒരു കൗൺസിലിംഗ് അതുപോലെ എന്തോ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ശേഷമാണ് അവൾക്ക് ഇത്രയും ഈ മാനസിക പ്രയാസവും ഉണ്ടെങ്കിൽ ഉണ്ടായത്. അല്ലെങ്കിൽ പക്ഷേ രാവിലെ ഒന്നും അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ആ 15-ാം തീയതി കോളേജിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. ഈ അതുപോലെ തന്നെ ഇന്നലെ ക്ലാസ്സിനുള്ളിൽ അല്ല, അതായത് ഈ ടൂറിന്റെ ഭാഗമായിട്ടുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അത് അമ്മു കാലിന് വേദന എന്ന് മാത്രമാണ് അമ്മയോട് പറയുന്നത്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി എന്നൊന്നും അമ്മുവായി പറയുന്നുമില്ല. അവിടെയൊക്കെ പൊരുത്തക്കേടുകളുണ്ട്. ശ്രീ സജീവിന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മ എനിക്കൊന്നും അറിയില്ല, എനിക്ക് വേദനിക്കുന്നത് മാത്രമേ ഞങ്ങളോട് എൻ്റെ കുഞ്ഞ് പറഞ്ഞുള്ളൂ, അല്ല ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇന്നലെ ഒരു ചാനലിൽ പ്രിൻസിപ്പൾ ഒരാൾ മറ്റേ ABVP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിൻസിപ്പൾ പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ അവിടെ പോയി എന്താണ് ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പ്രിൻസിപ്പളിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കൊരു ആൻജിയോഗ്രാമൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. അന്നേരം ഒരു ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം നമ്മുടെ വീടും ഷോപ്പുമായിട്ട് മാത്രമേ, 7-ാം തീയതി എന്ന് വെച്ചാൽ ഒരു 15-ാം തീയതി ആണ് ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ വീടും കാറിൽ രാവിലെ ഷോപ്പിൽ പോകും, തിരിച്ച് വീട്ടിൽ വരും, അല്ലാതെ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അന്നേരം പ്രിൻസിപ്പൾ പറഞ്ഞു എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്നിരുന്നു എന്നും ഇത് എന്താണ് കഴമ്പില്ല എന്ന് കണ്ട് പരാതി ഇല്ല എന്നും പറഞ്ഞ് തിരിച്ചു പോയി എന്നാണ് ABVP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഇന്നലെ ഒരു ചാനലിൽ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ അന്നേരം ആ ചർച്ചയിൽ പ്രിൻസിപ്പൾ ഫോണിൽ കൂടെ പങ്കെടുത്തായിരുന്നു. അദ്ദേഹം കട്ട് ചെയ്തിട്ട് പോവുകയായിരുന്നു ചെയ്തത്. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദുരൂഹതകൾ ഒരുപാടുണ്ടെന്ന് എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നത് നമുക്ക്. പക്ഷേ അമ്മുവിന്റെ അവസ്ഥ ഒരാൾക്കും ആവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞോളൂ. അല്ല, നമ്മളത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ മറ്റേ വേറൊരു പയ്യൻ പൂക്കോട് വെറ്റിനറി കോളേജിൽ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ഇതുപോലെ ഇനിയൊരു കുഞ്ഞിനെ ആവർത്തിക്കരുത്. ഇപ്പോൾ അമ്മുവിൻ്റെ കാര്യം വരുന്നു, അന്നേരവും പറയുന്നത് ഇനി ആവർത്തിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമെന്നേ. കാരണം അവർക്കൊന്നും അങ്ങനെയുള്ള ഒരു മാനുഷിക പരിഗണനയില്ല. 200 ശിഷ്ടം കുട്ടികൾക്ക് ഒരുപോലാണെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. പക്ഷേ എൻ്റെ മോക്ക് മാത്രമല്ല ഇങ്ങനെ പറ്റിയത്, അല്ലാതെ വേറെ. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞ വേറൊരു പൊരുത്തക്കേടെന്ന് പറയുന്നത്, അമ്മു പ്രിൻസിപ്പൾ എൻ്റെ വീട്ടിൽ വന്നപ്പം പറഞ്ഞ കാര്യം, അമ്മു തൊഴുതുകൊണ്ട് ഈ പിള്ളേരുടെയൊക്കെ കൈ കൊടുത്ത് അവരെ എഴുതിച്ചിട്ട് ഈ പിള്ളേരെ കൊണ്ട് കൈ കൊടുത്ത് പിരിയാൻ പറഞ്ഞപ്പോൾ അമ്മു കരഞ്ഞുകൊണ്ട് കൈകൂപ്പിയാണ് പറഞ്ഞത്, സാറേ എനിക്ക് അവരുമായിട്ട് ഇനി ഒരു തരത്തിലുള്ള അടുപ്പവും വേണ്ട, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. ഈ ചാനൽ ചർച്ചയിൽ ഈ ABVP നേതാവിനോട് പറഞ്ഞത് ഹാർമണിയായിട്ട് അവർ വളരെ ഇതായിട്ട് തന്നെയാണ് പിരിഞ്ഞു പോയതെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. അന്നേരം ഇവിടെ വന്നിരുന്ന് പറയുന്ന ഒരു കാര്യം, ചാനൽ ചർച്ചയിൽ പറയുന്ന ഒരു കാര്യം, പിന്നെ അതൊക്കെ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടല്ല. ഈ കോളേജിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ്, നമുക്ക് ഈ കോളേജിന്റെ പേര് പറഞ്ഞ് തന്നെ പോകാം. ശ്രീ സജീവ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ SME CPIS ചുട്ടിപ്പാറ, അങ്ങനെയല്ലേ? അതെ തീർച്ചയായിട്ടും. അവരുടെ തന്നെ ഹോസ്റ്റലാണല്ലോ അല്ലേ കോളേജിന്റെ? ഗവൺമെന്റ് ഓർഗനൈസേഷൻ. കോളേജിന്റെ തന്നെ ഹോസ്റ്റലും ആണ്? അല്ലല്ല, ഇവർക്ക് ഹോസ്റ്റൽ കെട്ടിടത്തിൽ അല്ലല്ല, കോളേജിൻ്റെ അപ്രൂവ്ഡ് ഹോസ്റ്റലാണ്. ഇവരുടെ ഹോസ്റ്റലിൽ അവർ സ്ഥലമൊക്കെ അക്വയർ ചെയ്ത് എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി, അങ്ങനെ അതുകൊണ്ട് ഹോസ്റ്റൽ പണിയാൻ പറ്റിയില്ല എന്നാണെന്ന് പറഞ്ഞത്. ഇത് NSSൻ്റെ അപ്രൂവ്ഡ് ഹോസ്റ്റലാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓരോ പ്രാവശ്യവും ഇവരുടെ ഈ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ റിന്യൂവൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് കൊടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഹോസ്റ്റലാണ് അവരുടെ അപ്രൂവ്ഡ് ഹോസ്റ്റൽ.
അങ്ങനെയാണെങ്കിൽ ഈ കോളേജ് ഒരു കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചു, അതിനുള്ളിൽ ഇവരെല്ലാവരും കുറ്റക്കാരാകും. കാരണം പ്രിൻസിപ്പൽ ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാണ്? അച്ഛനോട് പറയുന്നതും ABVP നേതാവിനോട് പറയുന്നതും പുറത്ത് പറയുന്നതും എല്ലാം പലതാകുന്നത് എങ്ങനെയാണ്? ഈ കോളേജിൽ ഈ പണപ്പിരിവിന്റെ പേരിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, ആ പ്രശ്നത്തിൽ അമ്മു ഇടപെട്ടു, അതൊക്കെ പുറത്തേക്ക് വരട്ടെ, എന്താണ് അവിടെ നടന്നതെന്നുള്ള പുറത്തേക്ക് വരട്ടെ. ബാക്കിയുള്ള കുട്ടികളെയൊക്കെ, ഇതിൽ ഉൾപ്പെട്ട കുട്ടികളെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം, അതോടൊപ്പം തന്നെ അധ്യാപകരും എല്ലാവരും ചേർന്നുള്ള ഒരു നാടകമാണോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സജീവ്? കാരണം എന്താ വെച്ചാൽ പ്രിൻസിപ്പളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് ഈ പണത്തിൻ്റെ കാര്യം. പ്രിൻസിപ്പൽ ആദ്യം പറഞ്ഞത് പ്രിൻസിപ്പളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവർ തന്നത് ബില്ലെല്ലാം വരവും ചെലവും ഒരുപോലാണ്, ബില്ലെല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പ്രിൻസിപ്പൾ ഈ ചാനൽ ചർച്ച ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജുള്ള ടീച്ചറിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരം പുള്ളിക്ക് അത് പണത്തിൻ്റെ കാര്യത്തിൽ ദുരൂഹതയുണ്ട്, അത് ആണെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായെന്നും അന്നേരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം തന്നെ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ അതുപോലെ തന്നെ അമ്മുവും ലുദിയ എന്ന് പറഞ്ഞ 2 കുട്ടികളാണ്. അവർ രണ്ടുപേരും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഈ മൊത്തം തുകയെന്നല്ല അവരുടെ പൈസ കൊടുത്തത്, അല്ലാതെ ഈ ഇവരുടെ കയ്യിൽ നിന്ന് 3500 രൂപ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഹിതം ഇവരുടെ അക്കൗണ്ടിൽ 1000 രൂപ വെച്ചിട്ട് 2 കുട്ടികളുടെ ഈ പിള്ളേർ ഇട്ടിട്ടുമുണ്ട്. ഇതിലിപ്പോൾ എന്തായാലും ഒരു വ്യക്തത വരണം. ആ ഒരു വ്യക്തത ഫ്രൈഡേയിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, ആ കോളേജിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. തീർച്ചയായിട്ടും അന്നെന്തോ 15-ാം തീയതി വെള്ളിയാഴ്ച എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീ സജീവ 15-ാം തീയതി 15-ാം തീയതി രാവിലെ മുതൽ ആ കോളേജിൽ, അതായത് രാവിലെ ഒരു പ്രശ്നവുമില്ലാതെ കോളേജിലേക്ക് പോയ അമ്മുവിന് ക്ലാസ് മുറിയിലോ അല്ലെങ്കിൽ ആ കോളേജ് വളപ്പിലോ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അമ്മുവിനെ കുറ്റക്കാരിയാക്കുന്ന എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അമ്മു പോകില്ല. അല്ലെങ്കിൽ അമ്മുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലടക്കം വൈകലും ഈ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോകുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം, പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതിനിടയിൽ അമ്മുവിന് എന്ത് സംഭവിച്ചു? അങ്ങനെ പല കാര്യങ്ങളിലും ദുരൂഹത നിൽക്കുന്നുണ്ട് എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ കരുതുന്നു താങ്കൾക്കും ഈ സംശയങ്ങൾ മനസ്സിലുണ്ടെന്ന്. തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ ശ്രീകാര്യം വരെ കുഞ്ഞ് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീകാര്യം വരെ ഒന്നും സംസാരിക്കാനായിട്ടൊന്നും ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ഏറ്റവും പരിചയമുള്ള ഡോക്ടർമാരും കാര്യങ്ങളും ഒക്കെയാണ്. അന്നേരം അവരെല്ലാം പിന്നെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നത്. കുഞ്ഞിനെ അന്നേരം തന്നെ മരണപ്പെട്ട് അന്നേരത്തേക്ക് എനിക്ക് എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വന്ന് ഞാനങ്ങ് കാഷ്വാലിറ്റിയിൽ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. പിന്നുള്ള കാര്യം അച്ഛൻ താങ്കൾ ഒരു ആൻജിയോഗ്രാം ചെയ്തൊക്കെ ഇരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. അങ്ങയുടെ വിഷമം, അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ വിഷമം, അമ്മുവിൻ്റെ മരണം അതെങ്ങനെയാണ് സംഭവിച്ചത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചത്, അന്നത്തെ ദിവസം ആ കോളേജിൽ നടന്നത് എന്താണ് എന്നതിലേക്കൊക്കെ അന്വേഷണം നീളണം. വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഈ വിഷയത്തിൽ ഞങ്ങളൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പാണ് അങ്ങേക്കും കുടുംബത്തിനും റിപ്പോർട്ടറിന് നൽകാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നന്ദി. നിങ്ങളെല്ലാമാണ് ഇത് ഇത്രയും പുറത്തു കൊണ്ടുവന്നതും പിന്നെ പോലീസിൻ്റെ ഒരു അന്വേഷണവും നമുക്ക് ഇതുവരെയുള്ള അന്വേഷണം നമുക്ക് തൃപ്തികരമാണ്. അവരും വളരെ കാര്യക്ഷമമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കൂടുതൽ റിപ്പോർട്ടർ ചാനൽ അതുപോലുള്ള ചാനലുകൾ നമ്മളെ ഒരുപാട് സഹായിച്ചു. ഇത് പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെയാണ് നമ്മളെ സഹായിച്ചത്. അതിൽ വളരെയേറെ ഞങ്ങൾക്ക് എനിക്കും കുടുംബത്തിനും നന്ദിയുണ്ട്. ഞങ്ങളുടെ ഒരു അനിയത്തിയെ പോലെയാണ് ഞങ്ങൾ അവളെ കാണുന്നത്. ആ നീതി ഉറപ്പാക്കുന്നത് വരെ നമ്മളൊപ്പം ഉണ്ടാകും. അതാണ് ഈ വാർത്തയായി നൽകുക മാത്രമല്ല, അതിനൊപ്പം തന്നെ ഈ പോരാട്ടത്തിൽ, ഈ ഒരു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് അങ്ങ് നടത്തുമ്പോൾ അതിനൊപ്പം നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. അതിനൊപ്പം ഉണ്ടാകും. അങ്ങ് വിഷമിക്കാതെ ഇരിക്കണം. കാരണം ഇപ്പോൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞത് കൂടി കേട്ടപ്പോഴാണ് അങ്ങയുടെ ഒരു മാനസികാവസ്ഥ എത്രമാത്രം ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അധികം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല.